അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഈസ് സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ് എന്നാണ്. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടല്ലേ എങ്ങനെ രണ്ട് വെക്ടർ ആഡ് ചെയ്യാൻ നമ്മൾ കണ്ടു. ഒരു എ ബാർ ഉണ്ട്, ഓക്കെ, പ്ലസ് ഒരു ബി ബാർ ചെയ്യണം. നമ്മൾ എന്താ ചെയ്തത്? ബി ബാറിന്റെ ടെയിൽ എടുത്തിട്ട് എ ബാറിന്റെ ഹെഡിൽ കൊണ്ടുവച്ചു അല്ലേ? അപ്പോൾ രണ്ടും ആഡ് ആയി. അപ്പോൾ എങ്ങനെയാണ് രണ്ട് വെക്ടർ സബ്ട്രാക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ, എ ബാർ ഉണ്ട്, നമുക്ക് അതിന്റെ കൂടെ മൈനസ് ബി ബാർ ചെയ്യണം. ഇതാണ് ബി ബാർ. ഓക്കെ, പഴയ എ ബാർ ബി ബാർ ഞാൻ റബ്ബ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എ ബാറും ബി ബാറും എനിക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എ ബാറിന്റെ കൂടെ മൈനസ് ബി ബാർ ആഡ് ചെയ്താൽ പോരെ. എ ബാർ പ്ലസ് മൈനസ് ബി ബാർ ചെയ്താൽ പോരെ. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഈ ബി ബാറിനെ ഞാൻ മൈനസ് ചെയ്യുക? അതിനെന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്താൽ പോരെ. ഒരു വെക്ടർ എപ്പോഴാണ് മൈനസ് ആവുന്നത്? നിങ്ങൾ ഉദാഹരണത്തിനൊരു ബോളിന്റെ മേലെ എന്താണ് ഒരു ഫോഴ്സ് കൊടുത്തു, എഫ് ഫോഴ്സ് കൊടുത്തു. ഈ ഫോഴ്സ് മൈനസ് ആക്കൽ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാക്കിയാൽ പോരെ. ഇതാണ് എന്ത് മൈനസ് എഫ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ബി ബാറിനെ മൈനസ് ബി ബാർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? അതിനെ ഓപ്പോസിറ്റ് ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ബി ബാറിനെ ഞാൻ എന്ത് വരയ്ക്കുന്നു? താഴത്തോട്ടേക്ക് വരയ്ക്കുന്നു. അപ്പൊ ഇതാണ് എന്ത് മൈനസ് ബി ബാർ. അപ്പൊ എന്ത് ചെയ്താൽ മതി? എ ബാറും ബി ബാറും മൈനസ് ചെയ്യണമെങ്കിൽ എ ബാറും മൈനസ് ബി ബാറും ആഡ് ചെയ്താൽ മതി. അപ്പൊ മൈനസ് ബി ബാറും എ ബാറും എനിക്ക് ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്താ ഈക്വൽ ടു എന്താ വരിക? നേരത്തെ അതേ ചെയ്ത സംഗതി തന്നെ, ഈ ടെയിൽ എടുത്തിട്ട് ഇതിന്റെ ഹെഡിൽ കൊണ്ടുവെക്കുക. ഒന്നുകൂടെ എ ബാർ വരയ്ക്കുന്നുണ്ട്, എ ബാർ വരച്ചു, എന്നിട്ട് മൈനസ് ബി ബാർ അതിന്റെ ഹെഡിൽ കൊണ്ടുവച്ചു. ഓക്കെ, ഇതാണ് മൈനസ് ബി ബാർ. എന്നിട്ട് കിട്ടുന്നതാണ് എൻ്റെ റിസൾട്ടന്റ്. ഞാൻ ഗ്രീൻ വെച്ച് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. റിസൾട്ടന്റ് കണ്ടോ? ഇതാണ് എന്ത് എ ബാർ മൈനസ് ബി ബാർ. എളുപ്പമല്ലേ? ആഡ് ചെയ്യാൻ ജസ്റ്റ് എന്താ ചെയ്താൽ മതി? അടുത്ത വെക്ടറിന്റെ ടെയില് പഴയ വെക്ടറിന്റെ ഹെഡിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. രണ്ട് വെക്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാമെന്ന് ഒന്നുകൂടി നോക്കാം. റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? ഒരു എ ബാർ ഉണ്ടായിരുന്നു, ഓക്കെ, എന്നിട്ട് നമുക്ക് ബി ബാർ ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം റിസൾട്ടന്റ് എന്താ വരിക? ഇതല്ലേ വരിക? ഇതാണ് റിസൾട്ടന്റ് വരിക. ഈ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എങ്ങനെ നമ്മൾ കണ്ടെത്താം നോക്കാം. യു വാണ്ട് ടു ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് റിസൾട്ടന്റ് ഓഫ് ദ വെക്ടർ എ ബാർ പ്ലസ് ബി ബാർ. സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ എ ബാർ തന്നിട്ടുണ്ട്, ബി ബാർ തന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ എ ബാർ പ്ലസ് ബി ബാർ കണ്ടെത്താൻ നോക്കാം. അപ്പോൾ ഞാനൊന്ന് ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. എ ബാറിനെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, റൈറ്റ്. ബി ബാറിനെ ഇവിടെയും വെക്കുന്നുണ്ട്. ഇപ്പോൾ ട്രയാങ്കിൾ കിട്ടിയില്ലേ? ഈ ലെങ്ത് എത്രയാണ്? ഈ ലെങ്ത് എത്ര? എ അല്ലേ? ഇനി ഈ ലെങ്ത് എത്ര? ഇത് ആംഗിൾ തീറ്റ ആണ് എന്ന് വിചാരിക്കുക. അതായത് എ ബാറും ബി ബാറും ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ബി ആണെങ്കിൽ, ഈ ലെങ്ത് ബി ആണെങ്കിൽ ഈ ലെങ്ത് എത്രയായിരിക്കും? ഹൊറിസോണ്ടൽ ലെങ്ത് നമുക്കറിയാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ എന്താണ്? ഇത് ലെങ്ത് ബി ആണ്, തീറ്റ ആണെങ്കിൽ ദിസ് വിൽ ബി ബി കോസ് തീറ്റ അല്ലേ? ദിസ് വിൽ ബി ബി സൈൻ തീറ്റ. അതെങ്ങനെയാണ്? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈഡ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പൊ നോക്ക്, ഇവിടെ ബി തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഹൈപ്പോട്ടന്യൂസ് ആണ് ബി. ബി എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഓപ്പോസിറ്റ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ഇൻറ്റു ഹൈപ്പോട്ടന്യൂസ്. അതായത് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഇൻറ്റു ഹൈപ്പോട്ടന്യൂസ് എന്നാണ് ബി അല്ലേ? അപ്പോൾ ബി സൈൻ തീറ്റ കിട്ടിയില്ലേ? അതേപോലെ അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കോസ് തീറ്റ ഇൻറ്റു ഹൈപ്പോട്ടന്യൂസ് ചെയ്താൽ മതി. അപ്പോൾ കോസ് തീറ്റ ഇൻറ്റു ഹൈപ്പോട്ടന്യൂസ് എന്താണ്? ബി അല്ലേ? അപ്പോൾ എന്ത് മനസ്സിലായി? ഈ അഡ്ജസന്റ് സൈഡ് ബി കോസ് തീറ്റ വരും, ഓപ്പോസിറ്റ് സൈഡ് ബി സൈൻ തീറ്റ വരും. ഓക്കെ, അപ്പോൾ ആ ലോജിക്ക് വെച്ചിട്ട് ഈ ലെങ്ത് എന്തായിരിക്കും? ബി കോസ് തീറ്റ ആയിരിക്കും അല്ലേ? ഓക്കെ അല്ലേ? ഈ ലെങ്തോ? ഈ ലെങ്ത് എത്രയായിരിക്കും? ബി സൈൻ തീറ്റ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ലെങ്ത് കിട്ടി. ഇനി മൊത്തത്തിലൊന്ന് നോക്കി നോക്ക്. ഈ ട്രയാങ്കിൾ നോക്കി നോക്ക്. ഈ ട്രയാങ്കിൾ കണ്ടോ? ഹൈലൈറ്റ് ചെയ്ത ട്രയാങ്കിൾ നോക്കി നോക്ക്. ഹൈലൈറ്റ് ചെയ്ത ട്രയാങ്കിൾ നോക്കി നോക്ക്. ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ ശരിക്കും പറഞ്ഞാൽ എ ബാർ പ്ലസ് ബി ബാർ എന്നുള്ള വെക്ടർ? അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ എന്തെനിക്കറിയാം? ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ് അറിയാം, അതായത് അഡ്ജസന്റ് സൈഡ് അറിയാം, പിന്നെ എന്തും അറിയാം? ഓപ്പോസിറ്റ് സൈഡും അറിയാം. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് അറിയാമെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം അല്ലേ? എന്താണ്? ഈ മൊത്തത്തിലുള്ളത് എ ആണെങ്കിൽ
ഇത് മൊത്തത്തിൽ ബി ആണെങ്കിൽ ഇത് മൊത്തത്തിൽ സി ആണെങ്കിൽ നമുക്കറിയാം എന്ത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. ഫ്രം എവിടുന്നാണ് വരുന്നത് ഇത് പൈത്തഗോറസ് അല്ലേ? അത് ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കത് ട്രൈ ചെയ്ത് നോക്കിയാലോ. നമ്മുടെ റിസൾട്ടന്റിന് ഞാൻ സി എന്ന് പേരിടുന്നു, സി ബാർ എന്ന് പേരിടുന്നു റിസൾട്ടന്റിന്. ഓക്കെ, അപ്പൊ സി ബാറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് എ സ്ക്വയർ പ്ലസ് ഇത് എ സ്ക്വയർ അല്ലേ വരിക, അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സി ബാറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എ പ്ലസ് ബി കോസ് തീറ്റ സ്ക്വയേർഡ് പ്ലസ് ബി സൈൻ തീറ്റ സ്ക്വയേർഡ് എന്ന് വരും അല്ലേ? എന്താ വരിക? സിംപ്ലിഫൈ ചെയ്താൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കോമൺ എടുത്താൽ എന്ത് വരും? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, പ്ലസ് 2ab കോസ് തീറ്റ. ഓക്കെ, എന്നിട്ട് ഈ കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താവും? നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? അപ്പോൾ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇതെന്ന് പറയുന്നത് എന്താണ്? സി സ്ക്വയർ അല്ലേ? സി സ്ക്വയർ ആണ്. അപ്പോൾ സിന്റെ ലെങ്ത് എന്തായിരിക്കും വരിക? സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല ആണ്. ഓക്കെ, ഇതെല്ലാവരും ഷോർട്ട് നോട്ട്സിൽ എഴുതണം, ഇതവിടെ നോട്ട് ചെയ്ത് വെക്കണം. അതായത് സിമ്പിൾ വേർഡ്സിൽ പറയുന്നത്, ഈ ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും വേണ്ടില്ല, സമ്മറി എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എ ബാർ ഉണ്ട്. ഓക്കെ, എ ബാർ ഉണ്ട്, പിന്നെ വേറൊരു വെക്ടർ ബി ബാർ ഉണ്ട്. ഇത് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എ ബാർ പ്ലസ് ബി ബാർ ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക? എ ബാർ എടുക്കുന്നു, ബി ബാർ എടുക്കുന്നു, റിസൾട്ടന്റ് എന്താണ്? സി ബാർ അല്ലേ? സി ബാറിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി ബാർ ഇസ് ഗിവൺ ബൈ എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഈ ആംഗിളോ, അതായത് സി ബാറിന്റെ ആംഗിളും കൂടി നമ്മൾ കണ്ടെത്തണ്ടേ? എന്താണ് അതിന്റെ റിസൾട്ടന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ എന്നുള്ളതും കൂടി നമുക്ക് നോക്കണം. ആ ആംഗിൾ എങ്ങനെ കണ്ടെത്താൻ പറ്റും? നമുക്ക് നേരത്തെ അറിയാലേ, നേരത്തെ ചെയ്ത ഡെറിവേഷൻ നോക്കി നോക്ക്. ടാൻ തീറ്റ എന്താ ഇവിടെ? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അല്ലേ? ഇവിടെ ഓപ്പോസിറ്റ് എന്താണ്? ബി സൈൻ തീറ്റ. ഈ തീറ്റ എന്ന് പറയുന്നത് തീറ്റ മാറ്റി ആൽഫ ആക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ തീറ്റ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. തീറ്റ എന്ന് പറഞ്ഞാൽ എ ബാറും ബി ബാറും ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ റിസൾട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ടാൻ ആൽഫ ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എത്ര വരിക? ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഈ സൈഡ് എത്ര വരിക? ഈ സൈഡ് അഡ്ജസന്റ് സൈഡ് എന്താണ്? എ പ്ലസ് ബി കോസ് തീറ്റ അല്ലേ? എ പ്ലസ് ബി കോസ് തീറ്റ. ഓക്കെ, എന്താ അപ്പം നമുക്ക് സമ്മറി ആയിട്ട് പറയാൻ പറ്റുക? ആംഗിൾ മെയ്ഡ് ബൈ സി ബാർ വിത്ത് ദ ഹൊറിസോണ്ടൽ ഇസ് ഈക്വൽ ടു എന്താണ്? ടാൻ ആൽഫ. ഈ ആംഗിൾ ആയിട്ട് പറയുന്നത് ഈ ആംഗിൾ ആണ് പറയുന്നത്. ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. രണ്ടും വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ്. ഓക്കെ, രണ്ടും വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ്. രണ്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ സമ്മറി. രണ്ട് വെക്ടർ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒന്ന് എൻ്റെ ടെയിൽ മറ്റേ ഹെഡിൽ വെക്കുക. എന്നിട്ട് കിട്ടുന്ന റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ഇസ് ഗിവൺ ബൈ ദിസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റന്റെ റൂട്ട് ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റിസൾട്ടന്റ് ഇസ് ഗിവൺ ബൈ ദിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക.